യുദ്ധം തുടങ്ങിയതു മുതൽ ഇതുവരെ 3,70,500-ത്തിലധികം ഭാരതീയർ സുരക്ഷിതമായി തന്നെ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് മാത്രം ഇതുവരെ 1000 ഭാരതീയർ സുരക്ഷിതമായി മടങ്ങിയെത്തി. ഇതിൽ 700-ലധികം പേർ മെഡിക്കൽ പഠനം നടത്തുന്ന യുവാക്കളാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ഭാരതീയ സ്കൂളുകളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. CBSE അത്തരം എല്ലാ ഭാരതീയ സ്കൂളുകളിലും നടക്കേണ്ടിയിരുന്ന 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ പഠനം തടസ്സമില്ലാതെ തുടരുന്നതിനായി CBSE ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. മാന്യരെ, ഭാരതത്തിലേക്ക് വലിയ അളവിൽ അസംസ്കൃത എണ്ണ, ഗ്യാസ്, വളം തുടങ്ങിയ അവശ്യ വസ്തുക്കൾ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. യുദ്ധത്തിന് ശേഷം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവയുടെ വിതരണം വലിയ തോതിൽ ബാധിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ സർക്കാർ പരിശ്രമിക്കുന്നുണ്ട്. രാജ്യത്തെ സാധാരണ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം കുറയ്ക്കാനാണ് നമ്മുടെ പ്രധാന ശ്രദ്ധ. രാജ്യത്തിന് ആവശ്യമായ LPGയുടെ 60% ഇറക്കുമതി ചെയ്യുകയാണെന്ന് നമുക്കറിയാം. വിതരണത്തിലെ അനിശ്ചിതത്വം കാരണം സർക്കാർ LPGയുടെ ആഭ്യന്തര ഉപയോഗത്തിന് മുൻഗണന നൽകിയിട്ടുണ്ട്. ഒപ്പം LPGയുടെ ആഭ്യന്തര ഉൽപ്പാദനവും വർദ്ധിപ്പിച്ചു വരുന്നു. പെട്രോൾ, ഡീസൽ വിതരണം രാജ്യത്തുടനീളം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിരന്തരമായ പ്രവർത്തനം നടക്കുന്നു. ഇന്നത്തെ ഈ സാഹചര്യങ്ങളിൽ ഊർജ്ജ സുരക്ഷയ്ക്കായി കഴിഞ്ഞ ദശകത്തിൽ സ്വീകരിച്ച നടപടികൾ കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഭാരതം അതിൻ്റെ ഊർജ്ജ ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചു. മുൻപ് അസംസ്കൃത എണ്ണ, LNG, LPG തുടങ്ങിയ ഊർജ്ജ ആവശ്യങ്ങൾക്കായി 27 രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഭാരതം 41 രാജ്യങ്ങളിൽ നിന്ന് ഊർജം ഇറക്കുമതി ചെയ്യുന്നു. കഴിഞ്ഞ ദശകത്തിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾക്കായി അസംസ്കൃത എണ്ണ സംഭരണത്തിനും ഭാരതം മുൻഗണന നൽകിയിരുന്നു. ഇന്ന് ഭാരതത്തിൻ്റെ കൈവശം 53 ലക്ഷം മെട്രിക് ടണ്ണിലധികം സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉണ്ട്. കൂടാതെ 65 ലക്ഷം മെട്രിക് ടണ്ണിലധികം റിസർവ് ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ രാജ്യം ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ എണ്ണ കമ്പനികളുടെ കൈവശമുള്ള റിസർവ് ഇതിന് പുറമേയുള്ളതാണ്. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ നമ്മുടെ റിഫൈനിങ് ശേഷിയിലും ശ്രദ്ധേയമായ വർധനവുണ്ടായി. സർക്കാർ വിവിധ രാജ്യങ്ങളിലെ വിതരണക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധ്യമായ ഇടങ്ങളിൽ നിന്നെല്ലാം എണ്ണയും ഗ്യാസും വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഗൾഫ് മേഖലയിലെയും പരിസരത്തെയും ഷിപ്പിംഗ് റൂട്ടുകളിൽ ഭാരത സർക്കാർ നിരന്തരം നിരീക്ഷണം നടത്തുന്നുണ്ട്. എണ്ണയായാലും ഗ്യാസായാലും വളമായാലും അത്തരം എല്ലാ അവശ്യ സാധനങ്ങളുമായി വരുന്ന കപ്പലുകൾ ഭാരതത്തിൽ സുരക്ഷിതമായി എത്തുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ഞങ്ങളുടെ ശ്രമം.